ഹേ ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ എവിടേക്കാണ് എന്താണെന്നുള്ളതൊക്കെ വീഡിയോയിൽ പതിയെ കാണിക്കാവേ. അങ്ങനെ പപ്പയും മക്കളൊക്കെ റെഡിയായി സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നല്ല ഇൻട്രസ്റ്റോടുകൂടി നിൽക്കും. അച്ഛമ്മയ്ക്ക് ബായൊക്കെ പറഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. 2 വീലറിലാണ് പോകുന്നത്. ഒരു ഷോർട്ട് കട്ട് റൂട്ടിലാണ് കേട്ടോ പോയത്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ വഴിയായിരുന്നു, നല്ല രസമായിരുന്നു. അങ്ങനെ പകുതി ദൂരം എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ചായക്കടയിൽ കയറി. അവിടെ ഒരു അപ്പൂപ്പനും 2-3 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ, അമ്പാടിയും സായൂട്ടനും. അങ്ങനെ നല്ല സ്നേഹമുള്ള നാട്ടിൻപുറത്തെ ആൾക്കാർ. അപ്പോൾ അവരോട് ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന്. അങ്ങനെ കയറിയിട്ട് നമ്മൾ സ്ഥലത്തെത്തി. അങ്ങനെ ഏട്ടനും അനിയനും കൂടി കണ്ടില്ലേ, ഭയങ്കര സ്നേഹത്തോടെ നടന്നു പോവാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലക്കാടുള്ള നെന്മാറ പെറ്റ്സ് പാർക്കിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ആശാത്തിയാണ് കണ്ടത് കേട്ടോ. ഇത് ആഫ്രിക്കൻ തത്തയാണെന്ന് തോന്നുന്നു, എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്വീറ്റ് വോയിസ് ആണ്. നമ്മൾ സംസാരിക്കുന്ന പോലെയൊക്കെ തിരിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ കൂട്ടിൽ കുറേ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അതിനൊക്കെ പപ്പയും മക്കളും കൂടി തീറ്റയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല വെള്ള കളർ ഒരു മീഡിയം സൈസ് കുഞ്ഞു കോഴികൾ കിട്ടും. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ മുട്ടനാടെ, അത് മിണ്ടാതെ എല്ലാവരെയും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അമ്പാടിക്ക് ഹോഴ്സ് സവാരി പോകണമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറ്റിയിരുത്തി. ആളത് ഭയങ്കര സന്തോഷത്തോടെ 2 റൗണ്ട് പോയി, വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് റെഡ് ബോഹ എന്തോ സംതിങ് ആണ്, അതിൻ്റെ പേര് മറന്നുപോയി. ഇത് പൈത്താനാണ് കേട്ടോ. അതിനെയൊക്കെ പിടിച്ചു. അതിനേക്കാളൊക്കെ ഒരു ട്വിസ്റ്റ്, അമ്പാടിക്ക് ഈ പാമ്പ് കഴുത്തിലിടണമെന്ന് പറഞ്ഞിട്ട് കൂളായിട്ട് ആൾ കിട്ടും കേട്ടോ. ഞാനൊന്ന് ടച്ച് ചെയ്യാൻ പോലും പേടിച്ച് നിൽക്കുകയായിരുന്നു. ഇവൻ അവരോട് പറയാ ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ധൈര്യത്തിൽ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് വലിയൊരു ആമ, ഇത് സായുട്ടനും അമ്പാടിയും കൂടിയിട്ട് 2 പേരും മാറി മാറി കുറേ നേരം തൊടുന്നുണ്ടായിരുന്നു. എനിക്ക് കണ്ടിട്ട് അയ്യോ വേണ്ട എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കുറേ സമയം തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ചുമ്മാതിരുന്നു, കാഴ്ചകളൊക്കെ കണ്ട് ആൾക്കാരെയൊക്കെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം ഒരു ഭാഗത്ത് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നെക്സ്റ്റ് വൺ കുറുമ്പൻ മങ്കിയാണ്. വെറുതെ അല്ല നമ്മൾ കുരങ്ങിൻ്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നത്. ഒരു സെക്കൻഡ് പോലും ആ കൂട്ടിനകത്ത് അത് ഒതുങ്ങിയിരിക്കുന്നില്ല കേട്ടോ. ചാടി അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ്. ഇപ്പോൾ ആൾക്കാരെ കണ്ട് പാനിക്കായിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ലാസ്റ്റ് പപ്പയും മക്കളും കൂടി ഒരു ഊഞ്ഞാൽ ഒക്കെ ആട്ടമൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വന്നാൽ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയപ്പോൾ പിള്ളേർക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് ഓർഡർ ചെയ്തു. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ വയറ് ഫുള്ളായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ മെല്ലെ തിരിച്ചു. അപ്പോഴേക്കും ഈവനിങ് ആയി കേട്ടോ. ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വെയിലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് മഴയൊക്കെ നനഞ്ഞിട്ട് ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതിയ വീഡിയോ കൊണ്ടുവരാം. ബൈ.